ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ വെച്ചിട്ട് നല്ല അടിപൊളി റോളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് 2 ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഇനി നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു പാൻ വെച്ച് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് പച്ചമുളക്, ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാടി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇത് വാടാൻ ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഉള്ളി വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പാൻ്റെ സൈഡിൽ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ വേറെ പാത്രത്തിലൊന്നും ഇട്ടിട്ട് ഫ്രൈ ആക്കണ്ട, ഇതിൻ്റെ സൈഡിലാക്കിയിട്ട് ആക്കിയാൽ മതി. അപ്പോൾ ചെമ്മീൻ ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ചെമ്മീനും വാടിയ ഉള്ളിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതുകൂടെ ചേർത്തിട്ട് കുറച്ച് ഗരം മസാല ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ മസാല ഇവിടെ റെഡിയായി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ നമുക്ക് ചെമ്മീൻ റോളിൻ്റെ ബാറ്റർ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബാറ്റർ എത്ര വേണോ അതിനനുസരിച്ച് മൈദപ്പൊടിയും വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയിട്ടെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ ബാറ്റർ ഇതുപോലൊരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ അധികം ലൂസാനും പാടില്ല, ഓവറായിട്ട് ടൈറ്റാനും പാടില്ല. ഇനി ഒരു പാൻ വെച്ച് അതിൽ ചെറിയ ചെറിയ ദോശ ചുട്ടെടുക്കുക. അപ്പോൾ നല്ല നേർങ്ങനെ വേണം ഇത് ചുട്ടെടുക്കാൻ. അപ്പോൾ നമ്മളെ ദോശ ഇതുപോലെ എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ദോശ എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് മസാല വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ചിക്കൻ റോളിലൊക്കെ റോൾ ചെയ്യുന്ന പോലെ ഇതൊന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പം നല്ല ദോശ നല്ല നൈസായിട്ട് വേണം എടുക്കാൻ, നല്ല തടിയില്ലാണ്ട് നല്ല നേരിയ രീതിയിൽ വേണം എടുക്കാൻ. അപ്പം ബാക്കിയുള്ള ദോശ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം നന്നായിട്ട് റോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബ്രെഡ് ഒന്ന് പൊടിച്ചതും കൂടി എടുത്താണിത്. അപ്പോൾ ആദ്യം ഒരു റോൾ എടുത്ത് മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ബ്രെഡിൻ്റെ ക്രംസ് വെച്ചിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള റോൾസും ഇങ്ങനെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ റോൾസ് എല്ലാം നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് ഫ്രൈ ആക്കി എടുക്കണം.
അപ്പോൾ ഒരു കടായി വെച്ച് അതിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഓരോ റോൾസും അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ചിക്കൻ റോളൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. ചെമ്മീനായതുകൊണ്ട് നല്ല വേറെ തന്നെ ഒരു ഫ്ലേവറാണല്ലോ ഇത്, നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മളെ ചെമ്മീൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോമ്പോർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.